കൃപാസനം പത്രം മെയ് 2025 പാർട്ട് 6. ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാക്ഷ്യങ്ങളുടെ വീഡിയോ കാണുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എറണാകുളം കരിമാളൂരിൽ നിന്നുള്ള രഹന ജോളിയുടെ സാക്ഷ്യം. ആങ്ങള 25-ാം വയസ്സിൽ മരണപ്പെട്ടപ്പോൾ സാമ്പത്തിക ബാധ്യത മൂലം നിൽക്കക്കളി ഇല്ലാതായപ്പോൾ ഞാൻ ഉടമ്പടിയെടുത്ത് 1 മാസത്തിനുള്ളിൽ മാതാവ് ചെയ്തു തന്നത്. എൻ്റെ സഹോദരൻ 25-ാം വയസ്സിൽ ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടു. റെന്റ് കാർ ബിസിനസ് ചെയ്യുകയായിരുന്നു. ഫിനാൻസിൽ നിന്ന് വണ്ടികളെടുത്താണ് ബിസിനസ് നടത്തിയിരുന്നത്. ചേട്ടന്റെ മരണശേഷം ഞാനും അമ്മയും എല്ലാ ബാധ്യതയും ഏറ്റെടുക്കേണ്ടി വന്നു. ഫിനാൻസുകാർ വീട്ടിൽ വന്ന് ബഹളം വെച്ചപ്പോൾ നിൽക്കക്കള്ളിയില്ലാതെ ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ഫിനാൻസുകാർ ഒരു വണ്ടിയുടെ അടയ്ക്കേണ്ട തുക ചുരുക്കി തന്നു. 2ാമത്തെ വണ്ടി ചേട്ടന്റെ ഒരു കൂട്ടുകാരൻ എടുത്തിട്ട് പൈസ തന്നു. അതും അടയ്ക്കാൻ പറ്റി. അതിനുശേഷം എനിക്ക് ജർമ്മനിയിൽ ഒരു ജോലി ലഭിച്ചു. UK-യിൽ നിന്നുള്ള ജോയ്സി ജോസഫിന്റെ സാക്ഷ്യം. കുഞ്ഞിന് ഡൗൺ സിൻഡ്രോം ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ വന്നു കണ്ടു. അച്ഛൻ തലയിൽ പ്രാർത്ഥിച്ച ശേഷം അടുത്ത സ്കാനിങ്ങിൽ സംഭവിച്ചത്. എന്റെ 2ാമത്തെ കുഞ്ഞിനെ പ്രഗ്നന്റായി 5-ാം മാസത്തെ സ്കാനിങ്ങിൽ കുഞ്ഞിന് ഡൗൺ സിൻഡ്രോം ഉണ്ടെന്നും കുഞ്ഞിന് ഗ്രോത്ത് വളരെ കുറവാണെന്നും പറഞ്ഞു. ഞാൻ മമ്മിയെ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടെന്നും മാതാവിനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നും നീ ധൈര്യമായിരിക്കാനും പറഞ്ഞു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടു. അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ശരീരത്തിൽ ഒരു തണുപ്പ് അനുഭവപ്പെട്ടു. അച്ഛൻ സൈത്ത് തന്നിട്ട് അടിവയറ്റിൽ പുരട്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അതിനുശേഷം സ്കാനിങ്ങിൽ കുഞ്ഞിന്റെ ഗ്രോത്ത് നോർമലായെന്നും ഒരു കുഴപ്പവുമില്ലാതെ ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. എറണാകുളം വരാപ്പുഴയിൽ നിന്നുള്ള മേരി ജോസഫിന്റെ സാക്ഷ്യം. പുതിയ ഉടമ്പടിയുടെ സൗഭാഗ്യ ചിഹ്നമായ പരിശുദ്ധ ദൈവമാതാവിനെ ഭവനത്തിൽ സ്വീകരിച്ച മേരിയുടെ ആരും വിശ്വസിക്കാത്ത ഞെട്ടിക്കുന്ന ഉടമ്പടി സാക്ഷ്യം. എന്റെ മകൻ ജോലിക്ക് വേണ്ടി ബോംബെയിൽ ഒരു സ്ഥാപനത്തിൽ 2.5 ലക്ഷം രൂപ കൊടുത്തെങ്കിലും ഒന്നും ശരിയായില്ല. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു. പിന്നെ നാട്ടിൽ